Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരാണെങ്കിൽ രണ്ടാമത്തെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആ ഒരു വലിയ മൃഗത്തെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. എല്ലാവരും അത് കണ്ട് ഞെട്ടും. വില്ലന്മാർക്കാണെങ്കിൽ അതൊരു കനത്ത അടി തന്നെ ആയിരിക്കും. ഇവിടെ ഗോഹാനാണെങ്കിൽ ഇപ്പൊ ഗോകുനോട് പറയും, നമ്മൾ മൂന്നാമത്തെ സെക്ടറിലേക്ക് എത്തിക്കഴിഞ്ഞു. അതേക്കൊണ്ട് ഇത്ര സ്മൂത്ത് ആയിട്ട് അതിനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അതിന് ഗോകു പറയും, അതെ ഞാനും അത്ര വേഗത്തിലാണ് നശിപ്പിക്കാൻ കഴിയുമെന്ന് കരുതിയതല്ല എന്ന് പറയും. ഇവിടെ ആ വില്ലന്മാർക്കാണെങ്കിൽ അവരുടെ ഭയം കൂടും. ഇവിടേക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഓ നോ, ഞാൻ ചെയ്തത് വലിയ അബദ്ധം തന്നെയാണ്. ഭൂമിയിലുള്ളവർക്ക് ഒരുപാട് പവർ ഉണ്ടാവില്ല എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. പക്ഷേ 3 പേർക്കും ഞാൻ വിചാരിച്ചതിലും ഒരുപാട് പവർ കൂടുതലാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? അവരിവിടേക്ക് കൊണ്ടുവന്നത് അത് വലിയ മണ്ടത്തരമായി പോയി. എന്റെ പ്ലാനുകളെല്ലാം തകരാൻ ചാൻസ് ഉണ്ട്. എന്റെ അവസാനത്തെ പ്രതീക്ഷ അത് ആ ആനിമൽ ആയിരുന്നു. പക്ഷേ അതിനെയും അവറ്റകൾ ഈസി ആയിട്ട് തോൽപ്പിച്ചു കളഞ്ഞു. ഡാബ്രയാണെങ്കിൽ ഇപ്പൊ ബാബിഡിയെ സമാധാനിപ്പിക്കും. അങ്ങയുടെ അവസാനത്തെ പ്രതീക്ഷ അത് ഞാനാണ്. എന്റെ പവർ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ അങ്ങേക്കും. അവരെ കൊണ്ട് ഒരു കാരണവശാലും എന്റെ പവറിന് മുൻപിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അത് കേട്ട് ബാബിഡി ആണെങ്കിൽ ഡാബ്രയോട് പറയും, അവരോടൊപ്പം പോയി കഴിഞ്ഞാൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുണ്ടാവും പിന്നീട്? ഡാബ്ര പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനിപ്പോ 3rd ഫോമിലേക്ക് പോവാണ്. അവിടെ വെച്ച് അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവരെ ഞാൻ കൊല്ലും. ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ തിരികെ എത്തും. അങ്ങേ പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് എന്റെ ജോലി. അതൊരിക്കലും ഞാൻ മറക്കില്ല. അവര് ജീവന് വേണ്ടി എന്റെ കാൽ കീഴിൽ വീണ് കെഞ്ചും. കാരണം എന്റെ പവർ അത് ഡിഫറെന്റ് ആണ്, പവർ കൂടുതലാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പരസ്പരം ഫേസ് ടു ഫേസ് നോക്കും. മൂന്നാമതായിട്ട് ഇനി ആരായിരിക്കും നമ്മളോട് ഏറ്റുമുട്ടാനായിട്ട് വരിക? ആരായിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് അവരെ ഫേസ് ചെയ്യാം. സുപ്രീം കായ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് മുന്നറിയിപ്പ് കൊടുക്കും, ഇനിയെങ്കിലും നിങ്ങൾ 3 പേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം. ഇപ്പൊ കഴിഞ്ഞ 2 ഫൈറ്റിൽ എങ്ങനെയൊക്കെയോ നിങ്ങൾ രക്ഷപ്പെട്ടു. അത് കേട്ട് ഗോകു പറയും, അങ്ങനെ ചെയ്യാമായിരുന്നു, പക്ഷെ ഓൾറെഡി ഞാനും വെജിറ്റയും ഓരോരുത്തരായിട്ട് ഫൈറ്റ് ചെയ്തു. സോ ഇനി വരുന്ന ആളെ ഗോഹാന് കൊടുത്തിട്ടില്ല എങ്കിൽ വളരെ മോശമാണ്, അവന് ഫീൽ ചെയ്യും. ഇനി വരുന്ന ആളെ കൂടെ നമുക്ക് ഗോഹാന് കൊടുക്കണമെന്ന് പറയും. അത് കേട്ട് കിങ്കായ് ആണെങ്കിൽ ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. ഗോഹാൻ ആണെങ്കിൽ ക്യാഷ് ആയിട്ട് പറയും, ഇനി ആര് വന്നാലും അവരെ ഞാൻ ഇടിച്ച് താഴെയിടും. ഇതാ ഇവിടെ ഡാബ്ര ആണെങ്കിൽ പോവാൻ തയ്യാറാവും. അപ്പൊ ഒരു അസിസ്റ്റന്റ് ആണെങ്കിൽ ഡാബ്രയോട് പറയും, മൂന്നാമത്തെ ആ ഒരു സെക്ഷനിലേക്ക് പോകുന്ന റൂം അതല്ല, അത് മെഡിറ്റേഷൻ റൂമാണെന്ന് പറയും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കാതെ മെഡിറ്റേഷൻ റൂമിന്റെ വാതിൽ തുറന്ന് അതിന്റെ അകത്തേക്ക് പോകാൻ റെഡിയാവും. ബാബിഡി ആണെങ്കിൽ എല്ലാവരോടും പറയും, അവന്റെ പവറിനെ കൺട്രോൾ ചെയ്യാനാണ് അതിലേക്ക് പോയിരിക്കുന്നത്. ആരും അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവന്റെ പ്രോസസ്സ് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം തനിയെ പുറത്തേക്ക് വരും. ഇബ്രയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഉറപ്പായാലും ഇവിടേക്ക് വന്ന വിരുന്നുകാരെ അവൻ ഇല്ലാതാക്കൂന്ന് പറഞ്ഞ് അവൻ ഇങ്ങനെ ടെററായിട്ട് ചിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പരസ്പരം വേൾഡ് മാർഷൽ ആർട്സ് മത്സരത്തെ കുറിച്ച് പറയും. ഓ നോ, ഇത്തവണ ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടെയാണ് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഇവിടേക്ക് വന്നത്. അതൊരു നല്ല ചാൻസ് ആയിരുന്നു, അത് ഇങ്ങനെയൊരു വൃത്തികെട്ട കാരണം കൊണ്ട് നമുക്ക് മിസ്സായി പോയെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ വേൾഡ് മാർഷൽ ആർട്സിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കും. ഇവിടെ സുപ്രീം കായ്ക്കാണെങ്കിൽ തല കറങ്ങും. കാരണം ഇപ്പൊ നടക്കുന്ന ഈ വലിയ ഫൈറ്റിനെ കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക് യാതൊരു വിഷയവുമില്ല. കട്ട് ചെയ്ത ഇവിടെ മാർഷൽ ആർട്സ് നടക്കുന്ന ആ ഒരു സ്ഥലം കാണിക്കുകയാണ്. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് അനിവാര്യമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. ജനങ്ങളാണെങ്കിൽ മുറവിളി കൂട്ടും. അതേസമയം ട്രങ്ക്സും ഗോട്ടനും ആണെങ്കിൽ നിരാശയോടുകൂടെ പറയും, നമുക്ക് 2 പേർക്കും ഇതുവരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലല്ലോ, എന്തുകൊണ്ടായിരിക്കും മത്സരം അത് ഇത്രയധികം ലാഗ് ആവുന്നത്? ഗോട്ടൻ, നിന്റെ ചേട്ടൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പൊ ഗോട്ടനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. അതിന് ഗോട്ടൻ ദേഷ്യപ്പെട്ടു പറയും, നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ ചേട്ടനെ കുറ്റം പറയും, നിനക്കിപ്പോ ഫൈറ്റിലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഗോട്ടൻ ആണെങ്കിൽ അവനെ അറഞ്ചം പുറത്ത് ഇടിക്കാൻ തുടങ്ങും. അങ്ങനെ അവർ 2 പേരും കൂടെ കറങ്ങി അടിച്ച് ഇപ്പൊ താഴേക്ക് വീഴാണ്. സെക്യൂരിറ്റീസ് ആണെങ്കിൽ അവരെ ഉയർത്തും. അവരാണെങ്കിൽ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. അല്പദൂരം അവര് അകത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഇപ്പൊ ഗോട്ടൻ ആണെങ്കിൽ ട്രങ്ക്സിനോട് പറയും, എനിക്ക് ഈ ഡ്രസ്സിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വരണം, മാത്രമല്ല എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നു. ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും, നീ സ്ട്രെയിറ്റ് പോ, ലെഫ്റ്റ് പോ, നേരെ പോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ഏകദേശം ആരും അറിയാത്ത ഒരു റൂമിന്റെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ അവര് കടന്നു പോകുന്നത് ആങ്കറാണെങ്കിൽ നോട്ടീസ് ചെയ്ത് ആ ഫൈറ്ററിന്റെ ഡീറ്റെയിൽസ് അറിയാനായി അവന്റെ പിന്നാലെ വരികയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പോ ആരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു റൂമിന്റെ അകത്തേക്ക് കയറും. ആ ആങ്കർ അവരെ ഫോളോ ചെയ്ത് തുറക്കാൻ ശ്രമിക്കുന്ന അതേസമയം മോപ്പ് ചെയ്യുന്ന ലേഡി ഇപ്പോ ആങ്കറിനോട് ദേഷ്യപ്പെടും, ഞാനിവിടെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഇവിടെ ചവിട്ട് ചെളിയാക്കാതെ അവിടേക്ക് മാറി നിൽക്ക്. ആങ്കർ ആണെങ്കിൽ ഇപ്പോ ആ ലേഡിയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എനിക്ക് അകത്തേക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ് ഡോർ ഓപ്പൺ ചെയ്യും.
ഇവിടെ ട്രങ്ക്സും ഗോട്ടനും ആണെങ്കിൽ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ജ്യൂസ് കുടിക്കുന്ന അതേ സമയം ഇപ്പൊ ആളാണെങ്കിൽ അകത്തേക്ക് വരും. മൈറ്റി മാസ്ക്, നിങ്ങൾ ഇവിടെ ഉണ്ടോ ചോദിക്കും. ഉടനെ നമ്മുടെ ആശാന്മാർ രണ്ടുപേരും ഷോക്കാവും. ഓ നോ, നിങ്ങള് ആ ട്രങ്ക്സും ഗോട്ടനും അല്ലേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങളെപ്പോലുള്ളവര് ഇവിടേക്ക് വരാൻ പാടില്ല. അതിന് ട്രങ്ക്സ് പറയും, അയ്യോ അല്ല, ഞങ്ങൾ ഇവിടേക്ക് അതിക്രമിച്ച് കയറിയൊന്നും അല്ല. സെയ്റ്റാന്റെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് കിട്ടിയാലുടൻ ഞങ്ങൾ തിരികെ പോകും. നിങ്ങൾ നല്ല ധൈര്യശാലികളും അതുപോലെ തന്നെ ആ ഒരു ജൂനിയർ വിഭാഗത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വിന്നേഴ്സ് ആയതുകൊണ്ടും നിങ്ങളെ ഞാൻ ഇവിടെ ഇറക്കി വിടുന്നില്ല. ഫൈറ്റിംഗ് മാസ്കിനെ നിങ്ങൾ ഇവിടേക്ക് കണ്ടോ? ഇത് അദ്ദേഹത്തിന്റെ ഡ്രസ്സല്ലേ? അദ്ദേഹം ഇവിടെ എവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പോ ഓരോ ഡോർ തുറന്നു നോക്കും. ഗോട്ടനും ട്രങ്ക്സും നൈസായിട്ട് ആളുടെ കണ്ണ് വെട്ടിച്ച് ഇപ്പോൾ ഒരു ഷവർ ഓൺ ചെയ്യാണ്. ഉടനെ ആങ്കർ ആണെങ്കിൽ തിരിഞ്ഞു നോക്കും. ഓ, അദ്ദേഹം കുളിക്കുകയാണോ? ഇല്ല, ഞാൻ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ തുടങ്ങും. ട്രങ്ക്സ് ആണെങ്കിൽ ഇപ്പോ മാറ്റി അതിനെല്ലാം റിപ്ലൈ കൊടുക്കുകയാണ്. പിന്നീട് ആൾ അവിടെ നിന്ന് കടന്നുപോകും. കട്ട് ചെയ്ത ജനങ്ങളാണെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാസ്റ്റർ റോഷി പറയും, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെല്ലാവരും ഇവിടുന്ന് പോയത്. അവരുടെ പവർ എല്ലാം ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഉടനെ സെയ്റ്റൻ ആണെങ്കിൽ പുറത്തേക്ക് വന്ന് അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. വലിയൊരു പോരാട്ടം കാണാനല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? നിങ്ങൾ ഒരിക്കലും നിരാശരാവില്ല. അത് കേട്ട് ജനങ്ങള്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്, നിങ്ങളുടെ പോരാട്ടം കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വിളിച്ചു പറയും. ആണെങ്കിൽ ഇപ്പൊ അവിടെയുള്ള സെക്യൂരിറ്റീസിനോട് പറയും, നമുക്ക് എത്രയും വേഗം ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഇവിടുന്ന് പോയവരെ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യണം. ബാക്കിയുള്ള 5 പേരുമായിട്ട് ഇത്തരം മുൻപോട്ടേക്ക് കൊണ്ടുപോയി ആരാണോ ജയിക്കുന്നത് അവരെ ചാമ്പ്യനായിട്ട് പ്രഖ്യാപിക്കണം. അത് കേട്ട് ആദ്യം അവരൊന്ന് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് സെയ്റ്റാൻ പറയും, ഞാൻ പറഞ്ഞ ഈ കാര്യം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിമിഷം തന്നെ ഞാൻ ഇവിടുന്ന് തിരികെ പോകും. അത് കേട്ട് വേറെ വഴിയില്ലാതെ അവർ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ആ സുപ്രധാന തീരുമാനം എല്ലാവരും അറിയിക്കും. ഇവിടുന്ന് പോയവരെ സെയ്റ്റാന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഇപ്പൊ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ്. ബാക്കിയുള്ള 5 പേര് അവർ പരസ്പരം മത്സരിച്ച് ചാമ്പ്യനെ തെരഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇവിടെ ചീച്ചിക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് ദേഷ്യവും ഒരുപാട് വിഷമവും ഒക്കെ തോന്നും. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പൊ ചീച്ചിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അതിന് ചീച്ചി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഈ പ്രൈസ് മണി അത് സ്വപ്നം കണ്ടാണ് ഞാൻ വന്നത്. ഹസ്ബൻഡ് അല്ലെങ്കിൽ മകൻ, അവരിൽ ആരെങ്കിലും ഒരാൾ അത് തീർച്ചയായിട്ടും സ്വന്തമാക്കും. പക്ഷേ ഇപ്പൊ അവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവാണ്. എനിക്കത് സഹിക്കില്ല. ആണെങ്കിൽ ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പോ സാക്ഷാൽ സെയ്റ്റിനെ തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആളാണെങ്കിൽ വമ്പൻ ആക്ഷനും പോസൊക്കെ കൊടുത്ത് വേദിയിലേക്ക് ചാടിക്കയറും. തൊട്ടു പിന്നാലെ നമ്മുടെ 18 ഫൈറ്റ് ചെയ്യാനായിട്ട് വേദിയിലേക്ക് വരികയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും 18 കട്ട സപ്പോർട്ട് കൊടുക്കും. 18 ആണെങ്കിൽ വലിയ കൂസലൊന്നും ഇല്ലാതെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കും. പിന്നീട് മാസ്കി മാൻ, അതാണ് നമ്മുടെ ട്രങ്ക്സും ഗോട്ടനും. അവർ രണ്ടുപേരും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ആ വസ്ത്രം ഇട്ട് ഇപ്പൊ അവിടേക്ക് കയറി വരും. അടുത്തതായിട്ട് മത്സരിക്കാൻ ഒരു ജിമ്മൻ കയറി വരും. അവസാനമായിട്ട് ഒരു സുന്ദരൻ, അങ്ങനെ അവസാനമായിട്ട് ഒരു മുടിയൻ. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇവരെല്ലാവരും ഒന്നിച്ച് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അവസാനമായിട്ട് ആരാണ് പിടിച്ചു നിൽക്കുക എന്ന് നമുക്ക് ഈ ഫൈറ്റ് അവസാനം കാണാം. അവരായിരിക്കും ഈ മത്സരത്തിലെ ചാമ്പ്യൻ. ആ ജിമ്മനാണെങ്കിൽ നമ്മുടെ ചെക്കന്മാരോട് നൈസായിട്ട് പറയും, നമുക്ക് 2 പേർക്കും ചേർന്ന് ആദ്യം ആ സെയ്റ്റാനെ അവനെ പുറത്താക്കാം. അതിന് നമ്മുടെ ചെക്കന്മാർ പറയും, അതെ, ഞങ്ങളും അത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ആ മുടിയൻ അവനാണെങ്കിൽ 18 പറയും, നീ ഭയങ്കര സുന്ദരിയായിരിക്കുന്നു, ഈ മാച്ചിന് ശേഷം നമുക്കൊരു ഡേറ്റിന് പോയാലോ? അതിന് അവള് പറയും, ആദ്യം നീ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കേ. അത് കേട്ട് അവൻ ദേഷ്യപ്പെടും. ഇറ്റാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട താമസം എല്ലാവരും സെയ്റ്റാന് കട്ട സപ്പോർട്ട് കൊടുക്കും. വിത്തിൻ സെക്കൻഡ് ജിമ്മനും അവർ 2 പേരും പുറത്തേക്ക് പോവാണ്. അതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെടും. ഇവിടെ സെയ്റ്റാനാണെങ്കിൽ വണ്ടർ അടിക്കും. നമ്പർ 18 ആണെങ്കിൽ ഇപ്പോ മാസ്കി മാനെ നോക്കും. ഈ ചെറിയ കൈകൾ വെച്ച് അവൻ ഇത്രയും വലിയ പഞ്ച് കൊടുക്കുന്നുണ്ട്. വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഇവിടെ ട്രങ്ക്സും അതുപോലെ തന്നെ ഗോട്ടനും അവർ പരസ്പരം പറയും, ഒട്ടപ്പന്റെ ഭാര്യയാണ് അത്, അവൾ വളരെ പവർഫുൾ ആണ്, നമ്മൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യണം. സെയ്റ്റാനാണെങ്കിൽ വമ്പം പോസ്റ്റൊക്കെ കൊടുക്കും. ആദ്യം ഞാൻ ഈ മൈറ്റി മാസ്കിനെ അടിച്ചു വീഴ്ത്തും, അതിനുശേഷം ആ സുന്ദരിയ പെണ്ണുമായിട്ട് പോരാടി ഞാൻ ജയിക്കുന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സെയ്റ്റാനെ മൈൻഡ് പോലും ചെയ്യാതെ ട്രങ്ക്സും ഗോട്ടനും ഇപ്പൊ നമ്മുടെ 18 പൊരിഞ്ഞ പോരാട്ടം. സെയ്റ്റാനാണെങ്കിൽ ചമ്മി ഐസായി അത് നോക്കി നിൽക്കും. ചീച്ചിയൻ ടീമാണെങ്കിൽ നമ്പർ 18 കട്ട സപ്പോർട്ട് കൊടുക്കും. ട്രങ്ക്സും ഗോട്ടനും അവർ 2 പേരും ഫ്ലൈ ചെയ്ത് അവളുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് നേരമായി ആ വില്ലന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. ബാബുഡി ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനോട് പറയും, തീർച്ചയായിട്ടും ഡാബ്ര അവനവന്റെ ഫുൾ പവറും അബ്സോർബ് ചെയ്ത് ചെയ്യാൻ തയ്യാറാവുമായിരിക്കും. ഉറപ്പായാലും അവനവരെ തോൽപ്പിക്കുമെന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.